വയനാട്ടിൽ കുറഞ്ഞ ചിലവിൽ ഒരു പ്രൈവറ്റ് പൂൾ വില്ലയിൽ താമസിച്ചാൽ എങ്ങനെയുണ്ടാവും? എക്സ്പ്ലോറിംഗ് വയനാട് എന്നുള്ള ഒരു സീരീസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരുന്നായിരുന്നു മേപ്പാടിയിലെ മേഫ്ലവർ ഹോളിഡേ വില്ല എന്നുള്ള 2 പ്രൈവറ്റ് പൂൾ വില്ലാസ്. സോ നമ്മളിന്ന് അതിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ദ ട്രാവൽ ഡെസ്റ്റിനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഞങ്ങൾ രാവിലെ ഇന്നലെ തൊടുപുഴയിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. തൊടുപുഴയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ട്രബിളൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ ട്രെയിൻ മിസ്സായി. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. എൻ്റെ നീക്കൊരു സർജറി ഉണ്ടായിരുന്നു ഒരു 4 മാസം മുന്നേ. സോ എനിക്ക് കണ്ടിന്യൂസ് ലോങ് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചിരുന്നായിരുന്നു തൊടുപുഴയിൽ നിന്ന് ആലുവ വരെ ബസ്സിലും അത് കഴിഞ്ഞിട്ട് ട്രെയിനിലും ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ട്രെയിൻ മിസ്സായി. സോ ഞങ്ങൾ KSRTC തന്നെ കണ്ടിന്യൂ ചെയ്തു. സോ 1 മണിക്ക് എത്തുന്നതിന് പകരം നമ്മൾ 4 മണിക്കാണ് കോഴിക്കോട് എത്തിയത്. അങ്ങനെ നമ്മളെ പ്ലാൻസ് കുറേയൊക്കെ ചേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കോഴിക്കോടുള്ള ഒരു ബൈക്ക് റെൻ്റൽസുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നമ്മളെ വെബ്സൈറ്റ് ത്രൂ ആണ് ബുക്ക് ചെയ്യേണ്ടത് ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ. സോ ഞങ്ങൾ എന്ത് തീരുമാനിച്ചു, ബസ്സിൽ വെച്ചിട്ട് തന്നെ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തിട്ട് അവരുടെ സൈറ്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിഷ്ടമുള്ളൊരു ബൈക്ക് ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഇഷ്ടമുള്ളതെന്ന് പറയാൻ പറ്റത്തില്ല, ഹീറോയുടെ എക്സ്ട്രീമാണ് നമ്മളിന്ന് ചൂസ് ചെയ്തിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെയും വണ്ടികളുണ്ടായിരുന്നു അവിടെ, പക്ഷേ എല്ലാം സോൾഡ് ഔട്ടായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റുമായി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഹീറോയുടെ എക്സ്ട്രീം എന്ന് പറയുന്ന ഒരു ബൈക്കാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരുന്നത്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ടോട്ടൽ ഒരു 70 കിലോമീറ്റേഴ്സ് അടുത്തേ ഓടിച്ചിട്ടുള്ളൂ. പക്ഷേ ഓടിച്ചിടത്തോളം നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ ബാക്കിലിരിക്കുന്ന ആൾക്ക് കുറച്ച് അൺകംഫർട്ടാണ്. നമുക്ക് ലഗേജും ഒക്കെ ഉള്ളപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബാക്കിലിരിക്കുന്ന ആൾക്ക്. എനിക്ക് ഓടിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം നല്ലൊരു ബൈക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് റിസപ്ഷൻ വരുന്നത്. നമ്മൾ ഇന്നലെ വന്ന പാട് തന്നെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിരുന്നു. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മെയിനായിട്ടും 2 വില്ലാസാണ് ഇവിടെ ഉള്ളത്, 2 പ്രൈവറ്റ് പൂൾ വില്ലാസ്. അതിൽ ഫസ്റ്റ് വില്ലയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഗസ്റ്റ് ഉണ്ട്. പിന്നെ കാണുന്നത് ഇതാ കാണുന്നതാണ്. അതാണ് നമ്മൾ ഇന്നലെ ചൂസ് ചെയ്തിരുന്നത്. ഇവിടെ ഫുള്ള് ഫെൻസ് ചെയ്തിട്ടുണ്ട്, ഫുൾ പ്രൈവസിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടേജ്. ഇതാണ് പ്രൈവറ്റ് പൂള് വരുന്നത്. നമ്മുടെ പ്രൈവറ്റ് പൂള് വരുന്നത് കുറച്ച് ഏരിയ കുറവാണ്. പക്ഷേ മേലത്തെ വില്ലയുടെ പൂള് വരുന്നത് കുറച്ചും കൂടെ ഏരിയ കൂടുതലായിരിക്കും. കമ്പാരിറ്റീവ്ലി സ്മോൾ ആണെന്നുള്ളൂ. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് ഒരു 2 കുട്ടികളും ഒരു ഫാമിലിയൊക്കെ ആയിരുന്നു വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വില്ലയിൽ നിന്ന് മോർണിംഗിലുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഫുള്ള് തേയിലത്തോട്ടം, അതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ മഞ്ഞിങ്ങനെ പുതച്ചിങ്ങനെ കിടക്കുന്നു. സാധ്യ വ്യൂ ആണ്. ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെമ്പ്ര പീക്കൊക്കെ കാണാം. ഇപ്പോൾ മഞ്ഞായതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മളിന്നലെ രാത്രി എത്തിയതുകൊണ്ട് വീഡിയോസൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയുണ്ടായുള്ളൂ. പക്ഷേ റൂമൊക്കെ അലമ്പാകുന്നതിന് മുന്നേ തന്നെ ഞാൻ റൂംസിൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഇതാണ് റൂം വരുന്നത്. ഇവിടെ ടോയ്ലറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സിംഗിൾ വാർഡ്രോബ് വരുന്നുണ്ട്, ഒരു മിറർ.
പിന്നെ ഒരു കിങ് സൈസ് ബെഡാണ് ഇവിടെ ഉള്ളത്. AC ഉണ്ട്, ഫാനുണ്ട്, TV, വാട്ടർ ബോട്ടിൽസ്, പിന്നെ വൈഫൈ, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, പിന്നെ കെറ്റിലുണ്ട്. TV ഫുള്ള് ഇൻ്റർനെറ്റൊക്കെ ഉള്ള TV ആണ്, സ്മാർട്ട് TV ആണ്. നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സോ പ്രൈമോ എന്ത് വേണമെന്നുണ്ടെങ്കിലും എൻജോയ് ചെയ്യാം. ഇതാണ് റൂമിൻ്റെ വിശേഷങ്ങൾ. ഇതാണ് ബാത്റൂം. ഒരു കമ്മോഡ്, ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്, സോപ്പുണ്ട്, ഒരു ഹാൻഡ് വാഷ്, ബ്രഷ്, പേസ്റ്റ്, നോർമൽ ഒരു ടോയ്ലറ്റ് കിറ്റ്സൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. വൈഫൈയുടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. വലിയൊരു റൂമാണ് കേട്ടോ, ഒരു വുഡൻ ഫർണിഷിംഗ് ഒക്കെ ചെയ്തേക്കുന്ന ഒരു റൂമാണ്. നമുക്ക് രാത്രി കഴിക്കാൻ ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ട്. ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനൊരു ബോക്സിലാണ് കേട്ടോ തന്നേക്കുന്നത്. ഇതിൽ നെയ്ച്ചോറും ചിക്കൻ കറിയാണുള്ളത്. നല്ല മണം വരുന്നുണ്ട്. നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയാണ് അപ്പോൾ ഇന്ന് ഉള്ളത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, 2 പ്ലേറ്റ്, സ്പൂണുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കുറച്ച് ടയേർഡായിട്ടുണ്ട് ഇപ്പോൾ. സോ ഇന്ന് ഞാൻ ഇത്രേ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ രാവിലെ കാണാം. സോ അപ്പോൾ ഗുഡ് നൈറ്റ് ആൻഡ് സീ യു ഇൻ ദ മോർണിംഗ്. വയനാട് ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണുള്ളത്. ഇന്നലെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം പൂളിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിന്ന് വിറയ്ക്കായിരുന്നു. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ 18 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ സമയത്തുള്ളത്. ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. 18 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ. മാക്സിമം വരുന്നത് 35 ആണ്. പക്ഷേ ഇപ്പോൾ 8 മണിയായിട്ടും ഇവിടുത്തെ കോടയൊന്നും ഇതുവരെ പോയിട്ടില്ല. ഭയങ്കര നല്ല ക്ലൈമറ്റിലാണ് നിൽക്കുന്നത്. നല്ല തണുത്ത് വിറച്ചാണ് നിൽക്കുന്നത്. ഇതാ ഉച്ചയ്ക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഉച്ചയ്ക്ക് വെയിലിന് നല്ല കാഠിന്യം ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഉച്ചയായി കഴിയുമ്പോൾ അറിയാം അതെങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുട്ടും പിന്നെ പീസ് കറിയാണെന്നാണ് പറഞ്ഞത്, ഗ്രീൻ പീസിൻ്റെ കറി. സോ നമുക്കത് നോക്കാം. ഇന്നലെ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടായിരുന്നു, നെയ്ച്ചോറും ചിക്കൻ കറിയും. ആദ്യ ടേസ്റ്റായിരുന്നു അതിന്. അപ്പോൾ ഞങ്ങളത് ഫുള്ളായിട്ട് കഴിച്ചില്ല. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇത്താനോട് പറഞ്ഞു നമുക്കത് രാവിലത്തേക്കൊന്ന് ചൂടാക്കി തന്നേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ വെച്ചിട്ടുണ്ടാവണം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇങ്ങനൊരു ബോക്സിലാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. പുട്ടെടുത്തു, ചിക്കൻ കറി, അടിപൊളി മണമാണ് കേട്ടോ. ആ ചിക്കൻ കറിയുടെ സ്മെല്ല് ഒരു രക്ഷയില്ല. നമുക്ക് പീസ് വേണ്ടെന്ന് നോക്കാം. കുറച്ച് സ്റ്റൂവും കൂടെ ഒഴിച്ച് നോക്കാം. കഴിച്ചു നോക്കിയേ എങ്ങനെയുണ്ടെന്ന്. എൻ്റെ ഫുഡ് കൊള്ളാവോ?
അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമുക്കിന്നൊരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പുട്ടും ഗ്രീൻ പീസും ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ. അത് ഞാൻ ചൂടാക്കി തരാൻ വേണ്ടി പറഞ്ഞായിരുന്നു, ടേസ്റ്റ് കൂടുതലായതുകൊണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചിക്കൻ കറിക്ക്. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളിയായിരുന്നു. റിസോർട്ട് അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ട്. ഓക്കെ. പിന്നെ പൂളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ പൂള് നല്ല തണുപ്പായിരുന്നു. ഇന്നലെ ഇതാക്കാൻ പറ്റിയില്ലല്ലോ. നമ്മള് ഇന്നിറങ്ങാല ചൂടാകുമ്പോഴത്തേക്ക്. ഇന്നലെ ഞങ്ങൾ രാത്രി ഒന്ന് പൂളിലിറങ്ങിയായിരുന്നു. പൂളിലിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ അസാധ്യ തണുപ്പ്. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി പൂളിലൊക്കെ ഒന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ പൂളിലിറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ നമ്മുടെ റൂം ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇന്നലെ രാത്രി ആയതുകൊണ്ട് എനിക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇതാണ് റൂം വരുന്നത്. ഒരു കിങ് സൈസ് ബെഡുണ്ട്, പിന്നെ ഇവിടുത്തെ AC ഉണ്ട്, ഫാനുണ്ട്, പിന്നെ TV, കെറ്റില്, ടീ കോഫി മേക്കർ ഒക്കെ ഉണ്ട്, ടീ കോഫി പൗഡേഴ്സൊക്കെ ഇരിപ്പുണ്ട്, കപ്പും, വൈഫൈ ഉണ്ട്, പിന്നെ ഒരു വർക്കിംഗ് ടേബിൾ പോലെ ഒരു സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. പിന്നെ ഒരു വാർഡ്രോബ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സിംഗിൾ വാർഡ്രോബ്, അവിടെ ഒരു മിററും. ഇതാണ് ടോയ്ലറ്റ്. ബെഡ്റൂമിൻ്റെ ബാക്കിൽ തന്നെ ആയിട്ടാണ്. ഇതാ ഒരു കൊമോഡുണ്ട്, ഷവറ്, പിന്നെ എക്സോസ്റ്റ് ഫാനുണ്ട്, ബക്കറ്റും കാര്യങ്ങളുണ്ട്. ഹോട്ട് വാട്ടറിന് പ്രത്യേകം ടാപ്പൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഹോട്ട് വാട്ടർ ഉപയോഗിക്കാം. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ് കിറ്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. നോർമൽ ടോയ്ലറ്റ് കിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബ്രഷ്, 2 ബ്രഷ്, ഒരു പേസ്റ്റ്, പിന്നെ ഒരു ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്, ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും, ഒരു വാഷ് ബേസിൻ, ഒരു ചെറിയൊരു മിററും. റൂമിൽ നിന്നുള്ള വ്യൂ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരും. കർട്ടനൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധ്യ വ്യൂ ആണ് റൂമിൽ നിന്നും. അസ്ന കർട്ടൻ ഒന്ന് മാറ്റിക്കേ. ഇത് വേണ്ട, ഇത് ഫുള്ള് ഗ്ലാസ്സാണ്. ഇങ്ങോട്ടേക്ക് മാറ്റിക്കോ. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ഇവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് നമുക്കൊരു വ്യൂ കിട്ടും. ഇവിടെ തേയിലത്തോട്ടവും ഒക്കെ കണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് ഇവിടെ കിടക്കാം. ബെഡ്റൂമിൽ നിന്ന് തന്നെ ഭയങ്കര വ്യൂ ഉള്ള റൂമാണ് കേട്ടോ ഇത്. അല്ല, അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു റൂമാണ്. ഇതാണ്ട റൂമിൽ നിന്നൊക്കെ തന്നെ നമുക്കിതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം. സോ ഗൈസ്, ഞങ്ങൾ പൂളിലൊക്കെ ഒന്ന് ചാട്ടിയിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് പൂൾ വില്ലയുടെ ഫ്രണ്ടിലുള്ള ടീ എസ്റ്റേറ്റാണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നല്ല വ്യൂ ആണ് കേട്ടോ. എപ്പോഴത്തെ വെച്ച് കഴിഞ്ഞാലും ഭയങ്കര ഫ്രെയിമുകളാണ്. ചെമ്പ്ര പീക്കാണെന്ന് തോന്നുന്നു കേട്ടോ അത് ആ കാണുന്നത്. ഇവിടുത്തെ ഒരു ജോഗ്രഫി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെമ്പ്ര പീക്കായിരിക്കും ആ കാണുന്നത്. സാധ്യ ഫ്രെയിമുകളാണ് എപ്പോഴത്തെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതാണ് വേറൊരു പ്രൈവറ്റ് പൂൾ വില്ല വരുന്നത്. നമ്മുടെ വില്ലയുടെ
നേരെ മേലെയായിട്ട് ഈ 2 റൂം മാത്രമേ ഉള്ളൂ കേട്ടോ, ഇവിടെ ഉള്ളൂ. ഈ 2 റൂംസ് മാത്രമേ ഉള്ളൂ. മേപ്പാടിയിൽ കൊട്ടപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു റിസോർട്ടാണിത്. ഈ റിസോർട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബേസിക്കലി 2 റൂംസാണ് വരുന്നത്. രണ്ടും ഒരേ കാറ്റഗറി റൂംസ് തന്നെയാണ്. പിന്നെ ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് പൂളിൻ്റെ ഒരു ഏരിയ കുറച്ച് കുറവാണ് നമ്മൾ ഇന്നെടുത്ത റൂമിലുള്ളത്. ഇതിന് തൊട്ട് മേലെ ഒരു റൂമുണ്ട്, അവിടുത്തെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഏരിയ കൂടുതലായിരിക്കും. പക്ഷേ രണ്ടും സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത്. 2 റൂംസ് ഉള്ളതും AC റൂംസാണ്. ഇവിടെ AC-യുടെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവശ്യമില്ല. പക്ഷേ ചിലപ്പോൾ ഒരു ഉച്ച സമയത്ത് കുറച്ച് ചൂട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ വെളിയിൽ നിന്ന് നല്ല ടയർഡായിട്ട് വേണം വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് സ്വെറ്റായിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം AC യൂസ് ചെയ്യാം. ടീ എസ്റ്റേറ്റിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് കാം ആൻഡ് ക്വയറ്റാണ് ഇവിടെ. നല്ല റിലാക്സ് ആയിട്ട് വന്നിരിക്കാനും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാനും പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. പിന്നെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഫാമിലീസിനെയാണ്. ബാച്ചിലേഴ്സിനെ നമുക്ക് അങ്ങനെ അലോ ചെയ്യത്തില്ല. പിന്നെ 2 റൂംസും ഒരുമിച്ച് ബാച്ചിലേഴ്സിന് എടുക്കാനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു 6 പേരുടെ ഗ്രൂപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 റൂമും കൂടെ ഒരുമിച്ചെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു റൂമിൽ ഫാമിലിയും ഇവിടെ ബാച്ചിലേഴ്സായിട്ട് ഇവർ അലോ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സിന് തന്നെ ആയിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ ഫാമിലി ആയിട്ട്, ഇപ്പം നിങ്ങൾ 2 ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫാമിലി അവിടെ ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ സ്റ്റേ ചെയ്യാം. ഫാമിലീസിനെയാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഹണിമൂൺ കപ്പിൾസിനുമൊക്കെ വരാൻ പറ്റിയൊരു ഏരിയയാണ്. ആക്ച്വലി നമ്മൾ താമരശ്ശേരി ചുരം കഴിഞ്ഞിട്ട് വൈത്തിരി എത്തും. വൈത്തിരി കഴിഞ്ഞിട്ട് ചുണ്ടേൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് റൈറ്റ് കയറിയിട്ട് മേപ്പാടിക്ക് നിങ്ങൾക്ക് ഷോർട്ട് കട്ടിൽ വരാം. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 7-7.5 കിലോമീറ്ററൊക്കെ ഉള്ളൂ ചുണ്ടയിൽ നിന്ന് നമുക്ക് ഈ റിസോർട്ട് വരെ. നമുക്ക് എത്തിപ്പെടാനും വലിയ കുഴപ്പമില്ല. നമ്മൾ മാപ്പിലിട്ട് ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എളുപ്പത്തിനെത്താം. റോഡിൽ നിന്നൊരു 500 മീറ്റേഴ്സ് ഇല്ല ആക്ച്വലി. നമുക്ക് റോഡിൽ നിന്ന് ടേൺ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരാം. പിന്നെ ഈ വില്ലയുടെ റേറ്റ് എന്ന് പറയുന്നത് 6500 രൂപയാണ്, ഇൻക്ലൂഡിങ് ടാക്സ് ആയിട്ട് വരുന്നത്. ഇത് ഫെബ്രുവരി മാസത്തിൽ ഈ സമയത്തുള്ള റേറ്റാണ് ഞാൻ പറയുന്നത്, ഈ വർഷത്തെ. ഇനി ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6500 ആ റേഞ്ചിൽ നമുക്ക് വരുള്ളൂ. അപ്പോൾ ഈ റേറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നാടൻ ഫുഡാണ് കോമൺലി ഉണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദോശയും ചട്നി സാമ്പാർ, അല്ലെങ്കിൽ അപ്പവും കടലയും, അല്ലെങ്കിൽ പുട്ടും കടലയും, അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി ആയിരിക്കും, വെജിറ്റബിൾ സ്റ്റൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടുക. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് നമുക്ക് കോമൺലി ഇവിടെ ഡിന്നറിന് ഇവർ ചെയ്തു തരുന്നത്. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് നെയ്ച്ചോറ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഇവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ അതും അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ പ്രൈവറ്റ് പൂൾ എന്ന് പറയുന്നത്. പിന്നെ പ്രൈവറ്റ് പൂളിൽ കിഡ്സിനായിട്ട് ഒരു ഏരിയ ഉണ്ട്, അഡൾട്ട്സിനായിട്ട് ഒരു ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഇറങ്ങാം. കുട്ടികളൊക്കെ ഇവിടെ പൂളിൽ ഇറക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ പൂള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ ക്ലോറിനല്ല യൂസ് ചെയ്യുന്നത്, ഹൈഡ്രജൻ പെറോക്സൈഡാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണ്. മറ്റേ സൊല്യൂഷനേക്കാളും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെയും സേഫായിട്ട് തന്നെ നമുക്ക് ഇറക്കാം. നമ്മുടെ ഡ്രസ്സൊന്നും ചീത്തയാവത്തില്ല. മാക്സിമം നൈലോൺ ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ നോക്കുക പൂളുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. സാധാരണ ക്ലോറിനായി കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കോട്ടൺ ഡ്രസ്സൊക്കെ ഇട്ടാണ് നമ്മൾ പൂളിൽ ചാടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ ആകെ കളറൊക്കെ മാറി അങ്ങനെ വേറെ കളറൊക്കെ ആയി വരും. അതുകൊണ്ടാണ് നിങ്ങളോട് നൈലോൺ യൂസ് ചെയ്യാൻ പറയുന്നത്. സോ നമുക്ക് ഈ ഒരു പൂളിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. എന്നാലും നിങ്ങൾ നൈലോൺ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ കളറോ അങ്ങനെയൊന്നും ഇളകി പോകത്തില്ല നമ്മൾ ഇപ്പോൾ അതുപോലത്തെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും. അല്ലെങ്കിൽ പൂളിനും അത് കേടാണ്, നിങ്ങളുടെ ഡ്രസ്സിനും അത് ഡാമേജാണ്. സോ അതെല്ലാവരും പൂളിലിറങ്ങുമ്പോൾ ശ്രദ്ധിക്കാൻ നോക്കുക. കൂടുതലും നൈലോൺ ഡ്രസ്സുകൾ യൂസ് ചെയ്യാൻ നോക്കുക. ഈ റിസോർട്ടിൻ്റെ റേറ്റ് വരുന്നത് 6500 രൂപയാണ് ഒരു ദിവസത്തെ ചാർജ്. 2 പേർക്കും പിന്നെ ഒരു കുട്ടിക്കുമുള്ള ഒരു ചാർജാണ് ഇവർ പറയുന്നത്. 6-നും 12-നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു 500 രൂപയും കൂടെ എക്സ്ട്രാ ആവും കുട്ടികൾക്ക്. ഇനി 6 വയസ്സിൽ താഴെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ ഫ്രീ ആണ്. 2 പേർക്ക് 6500 രൂപയേ ഉള്ളൂ.
6,500 രൂപയ്ക്ക് ഒരു പ്രൈവറ്റ് പൂൾ വില്ല എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി വയനാടും കണ്ടിട്ടില്ല, മൂന്നാറും കണ്ടിട്ടുണ്ടായില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ഇത്രയും റേറ്റ് കുറഞ്ഞിട്ടുള്ളൊരു പ്രൈവറ്റ് പൂൾ വില്ല നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ബഡ്ജറ്റായിട്ട് വരുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വില്ല ചൂസ് ചെയ്യാം. നിങ്ങൾ മാക്സിമം നേരത്തെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രൈവറ്റ് പൂളിൻ്റെ വില്ലയും നമുക്ക് ചൂസ് ചെയ്യാം. ഇനി അതാരെങ്കിലും എടുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ പൂളിൻ്റെയും നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ചെക്ക് ഔട്ട് ടൈം വരുന്നത് ഉച്ചയ്ക്ക് 2 മണി മുതൽ പിറ്റേന്ന് 11 മണി വരെയാണ് ചെക്ക് ഔട്ട് ടൈം വരുന്നത്. സോ 6,500 രൂപയുടെ ഈ പ്രൈവറ്റ് പൂൾ വില്ല ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ സൗത്ത് ഇന്ത്യയിലെ കിടിലൻ റിസോർട്ടുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് മൂന്നാർ, വയനാട്, വാഗമണ്ണ്, കൂർഗ്, ഊട്ടി, കൊടൈക്കനാൽ, കുമരകം, ആലപ്പുഴ, വർക്കല എന്നീ സ്ഥലങ്ങളിലാണ്. പിന്നെ കണ്ണൂരും ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ഡെസ്റ്റിനേഷനിലും തന്നെ നമുക്ക് റിസോർട്ടുകൾ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും റിസോർട്ട് ബുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ കോൾ ത്രൂ അല്ലെങ്കിൽ മെയിൽ ത്രൂ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇനി വയനാടിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ദിസ് ഈസ് അഫ്സൽ ഇസ്മായിൽ ആൻഡ് അസ്ന സൈനിങ് ഓഫ്.